തനു അകത്ത് കയറി മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു. മനോഹരമായി ഫർണിഷ് ചെയ്ത 2 BHK ഫ്ലാറ്റായിരുന്നു അത്. ദിവസങ്ങളോ ആഴ്ചകളോ ആയി ആൾതാമസം ഇല്ലാത്തതിൻ്റെ ലക്ഷണം എന്നോണം അവിടെ പൊടി പറ്റിപ്പിച്ചിരുന്നു. ജോലിയുടെ ആവശ്യത്തിന് വാങ്ങി ഇട്ടതല്ലേ ഇത്. 1 മാസത്തിൽ കൂടുതലായി ഇവിടേക്ക് വന്നിട്ട്. കല്യാണമൊക്കെ ആയതുകൊണ്ട് ലേറ്റായാലും വീട്ടിലേക്ക് പോയിരുന്നു. അവളുടെ മനസ്സ് വായിച്ച പോലെ കാശി പറഞ്ഞു. തനു ഒന്ന് മൂളി. അടുക്കളയിലേക്ക് പോകാൻ തുനിഞ്ഞ് അവളെ കാശി കൈപ്പിടിച്ച് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ആദ്യം തന്നെ കാണുന്നത് ഭിത്തിയിൽ പതിപ്പിച്ച വലിയ ഫോട്ടോയാണ്. കഴിഞ്ഞ ഉത്സവത്തിന് കാശിയും തനുവും നീലവും കൂടി എടുത്ത സെൽഫിയിൽ നീലുവിനെ മാത്രം ക്രോപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ഫ്രെയിം ചെയ്തതാണ്. തനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഞാൻ ഇവിടെ കുക്കിംഗ് ഒന്നുമില്ലായിരുന്നു. ചെയ്യണമെങ്കിൽ തന്നെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം. തൽക്കാലം എന്തെങ്കിലും പുറത്തു നിന്ന് ഓർഡർ ചെയ്യാം. തനു പ്രതികരിച്ചില്ല. അവളുടെ നോട്ടം ഭിത്തിയിലെ ഫോട്ടോയിൽ മാത്രം തങ്ങി നിന്നു. അന്നൊക്കെ എത്ര സന്തോഷവതിയായിരുന്നു താൻ. കാശ് ഫോണും എടുത്ത് പുറത്തു പോയി. അവൾ വേഷം മാറിയ ശേഷം മുറി ചെറുതായി ഒന്നൊതുക്കി കൊണ്ടുവന്ന ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുത്തു വെച്ചു. ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചു. പില്ലോ കവറുകളും മാറ്റിയിട്ടു. ഹാളിലേക്ക് വന്നപ്പോൾ കാശി ചൂടെടുത്ത് തല വൃത്തിയാക്കുന്നതാണ് കണ്ടത്. അവളത് പിടിച്ചു വാങ്ങാൻ നോക്കി. കാശിയേട്ട എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്തോളാം, വിട്ടെ. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് തൂക്കുന്നതന്നേ ഉള്ളൂ. ക്ലീനിങ് ഒക്കെ നമുക്ക് നാളെ ചെയ്യാം. നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം തിളപ്പിക്കും. കാശി പറഞ്ഞത് സത്യമാണ്. ഒരു കെറ്റിലും കുറച്ച് ഗ്ലാസുകളും ഫ്ലാസ്കും പ്ലേറ്റും ഒക്കെ ആകെ അവിടെ ഉള്ളൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകലതും വാങ്ങേണ്ടി വരും. തനി വെള്ളവും കൊണ്ടുവന്നപ്പോഴേക്കും ഭക്ഷണം എത്തിയിരുന്നു. പിറ്റേത് നേരത്തെ എഴുന്നേൽക്കണം എന്ന തീരുമാനത്തിലാണ് അവൾ അന്ന് ഉറങ്ങിയത്. പുതിയ സ്ഥലമായതുകൊണ്ടാകും ആശങ്കകൾ ഒരുപാടുള്ളത് കൊണ്ട് വൈകിയാണ് തനു ഉറങ്ങിയത്. എഴുന്നേൽക്കുമ്പോൾ കാശി മുറിയിലില്ല. ഗുഡ് മോർണിംഗ്. കയ്യിൽ 2 കപ്പ് കാപ്പിയുമായി അവൻ അകത്തേക്ക് വന്നു. തനുവിന് വിഷമം തോന്നി. ഇതൊക്കെ താൻ ചെയ്യേണ്ടതല്ലേ? നീ ഇതുവരെ സ്വപ്നം കണ്ടു കഴിഞ്ഞില്ലേ? കാശിയുടെ ചോദ്യത്തിന് ഒരു വിളറിയ ചിരി സമ്മാനിച്ചു. അവൾ ബാത്റൂമിലേക്ക് പോയി. ബ്രെഡും ബട്ടറും പാലും അവൻ വാങ്ങി തന്നിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അവർ പുറത്തേക്കിറങ്ങി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തുനിന്ന് ഊണും കഴിച്ച ശേഷമാണ് ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്. തനു സാധനങ്ങൾ അടുക്കളയിൽ അടുപ്പും ചിട്ടയോട് കൂടി അറേഞ്ച് ചെയ്ത് വെച്ചു. പൊടികളെല്ലാം ഒരേപോലെയുള്ള ചെറിയ ടിന്നുകളിലാക്കി. മൊത്തത്തിലൊന്ന് നോക്കി തൃപ്തിപ്പെട്ടു. രാത്രിയിലേക്ക് യൂട്യൂബ് നോക്കി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി. അത്ര നന്നായില്ലെങ്കിലും മോശമല്ല. വീട്ടിൽ അച്ഛനും ചെറിയച്ഛനും ഏട്ടന്മാർ പോലും ഒരു ജോലികളും ചെയ്യാറില്ല. ക്ലീനിങ്ങും അടുക്കള പണികളും പാചകവും എല്ലാം പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഭക്ഷണത്തിൽ മീൻ വെച്ചാലും ചിക്കൻ ആയാലും മറ്റെന്തായാലും നല്ല കഷ്ണങ്ങൾ ആണുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കരിഞ്ഞതോ കൊള്ളാത്തതോ ഒന്നും അവർക്ക് കൊടുക്കില്ല. ഒക്കെ അമ്മമാരും പെൺകുട്ടികളും കഴിക്കും. എങ്കിലും കുറ്റം പറയാൻ അവർ മടിക്കാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കാശി അവളെ അത്ഭുതപ്പെടുത്തുകയാണ്. തനു, ഇത്രയും കാലം നീ എങ്ങനെയായിരുന്നു എന്നെനിക്കറിയണ്ട. പക്ഷേ ഇനിയെങ്കിലും നീ കുറച്ച് ബോൾഡാകണം. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. അല്ല, അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാനുള്ളത് പറയും. ഏതൊരു മനുഷ്യനും ആണായാലും പെണ്ണായാലും നോ പറയേണ്ടിടത്ത് നോ പറയണം. എതിർക്കേണ്ടതിടത്ത് എതിർക്കണം. 2 എണ്ണം പൊട്ടിക്കേണ്ടിടത്ത് അതും ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അവൾ തലയാട്ടി. അന്നത്തെ സംഭവത്തിൽ തന്നെ നീ കുറച്ചെങ്കിലും ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും നിന്നെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. നായകൻ വന്ന് രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത് തനു. അബ്യൂസീവ് ആയ എന്തിൽ നിന്നും സ്വന്തം രക്ഷ സ്വയം കണ്ടെത്തുകയാണ്. അതിപ്പോൾ ദാമ്പത്യത്തിൽ നിന്നായാൽ പോലും. തനു ആലോചിച്ചു നോക്കി. സത്യമാണ്. അന്ന് അയാളെ എതിർക്കാൻ പോലും താൻ ശക്തനായിരുന്നു. കുറച്ചെങ്കിലും ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. തനു, നീ ഓരോന്നും വിഷമിപ്പിക്കാനല്ല ഞാനിപ്പോൾ പറയുന്നത്. നാളെ ഇതുപോലെ ഒരവസ്ഥ ഇനിയും ഉണ്ടായാലും നേരിടാൻ ആണ്. അന്ന് രാത്രി മുഴുവൻ തനു ചിന്തയിലായിരുന്നു. ഇന്നേ വരെ എന്തിനോടെങ്കിലും താൻ എതിർത്ത് നിന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കി. ഇല്ല, ഒന്നുമില്ല. കുട്ടിക്കാലത്ത് നീല് ചെയ്യുന്ന കുറ്റങ്ങൾ കൂടി വഴക്കും തല്ലും തനിക്കായിരുന്നു. ഒരിക്കൽ പോലും അത് ചെയ്തത് താനല്ല എന്ന് പറഞ്ഞിട്ടില്ല. വലുതായി കഴിഞ്ഞിട്ടും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, വഴക്കുകൾ നടക്കുമ്പോൾ, ചോദ്യങ്ങൾ ഉയരുമ്പോൾ എന്നും മൗനമായിരുന്നു മറുപടി. ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും തർക്കം ഒഴിവാക്കാൻ നിന്നു കൊടുക്കാറാണ് പതിവ്. ആരോടും ഒന്നിനോടും പ്രതികരിക്കാതെയായിരുന്നു ഇതുവരെയുള്ള ജീവിതം. അത് തനിക്ക് സമ്മാനിച്ചതോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദുരന്തവും. രാവിലെ കാശി തന്നെ തനുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. കൂട്ടുകാരിയായ സ്വാതി അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് യാത്ര പറഞ്ഞ് കാശി മടങ്ങിപ്പോയി. അവർ ക്ലാസ്സിലേക്ക് നടന്നു. സാധാരണ കല്യാണം കഴിഞ്ഞ നന്നാകുകയാണല്ലോ പതിവ്. നിങ്ങൾ 2 പേരും അങ്ങ് മോശമായി പോയല്ലോ, സ്വാതി പറഞ്ഞു. തനു ഞെട്ടി. ഹേയ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടി. നിനക്ക് തോന്നുന്നതാ? അല്ല തനു, കല്യാണ ദിവസം കണ്ടതിലും ക്ഷീണമാണ് നിങ്ങൾ 2 പേർക്കും. തനു എന്തോ പറയാൻ നിന്നപ്പോഴേക്കും മുന്നിൽ ആരെയോ കണ്ടു. 2 ആൾ മുഖമുയർത്തി നോക്കി. അഭയ്.
തനുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അപ്പോൾ നീ എന്നെ അല്ലേ? ഞാൻ വിചാരിച്ചു IPS കാരൻ്റെ കൂടെ കിടന്നു കഴിയുമ്പോൾ പിന്നെ എന്നെയൊക്കെ കണ്ടാൽ അറിയില്ലായിരിക്കുമെന്ന്. അവൻ്റെ സംസാരം കേട്ട് തനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. വഴക്കൊഴിവാക്കാൻ തനു അവനെ മറികടന്നു പോകാൻ ശ്രമിച്ചു. അഭയ് അവളുടെ മുന്നിലേക്ക് കൈനീട്ടി വെച്ചു തടഞ്ഞു. അല്ല ഉണ്ണി, ഭയങ്കര ക്ഷീണമാണല്ലോ നിനക്ക്. അവൻ ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ലായിരിക്കുമല്ലേ? അവൻ ഒരു വഷളൻ നോട്ടത്തോടെ അർത്ഥം വെച്ച് ചോദിച്ചു. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അഭയ്. ആഹാ, അപ്പോൾ നിന്റെ വായിൽ നാവുണ്ടായിരുന്നു അല്ലേ? അതോ IPS കാരൻ്റെ ധൈര്യത്തിലാണോ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്? അതടാ, അങ്ങനെ തന്നെയാണ്. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നീ ഒരു വാക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ ചെരുപ്പ് ഒരു മുഖത്തടിക്കും ഞാൻ. അതുകൊണ്ട് അഭയ് സാർ പോകാൻ നോക്ക്. തനു നിന്ന് കിതച്ചു. കോപം കൊണ്ട് അവരുടെ കണ്ണുകൾ തുറിച്ചു നിന്നു. അവരുടെ ബഹളം കേട്ട് ചുറ്റിലും കുട്ടികൾ കൂടിയിരുന്നു. 4 വർഷത്തിൽ അധികമായുള്ള മെഡിക്കൽ പഠനത്തിൻ്റെ ഇടയിൽ ആദ്യമായാണ് തനു ഒരാളുടെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. അഭയ് തല താഴ്ത്തി അവൾക്ക് വഴിമാറി കൊടുത്തു. പക്ഷെ അവൻ്റെ കണ്ണിലെ പക ആരും കണ്ടില്ല. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയം മുതൽ തനുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു അഭയ്. അവൾ ഇഷ്ടമല്ല പറഞ്ഞതോടെ എന്നും ഒരുതരം വാശിയായി അവന്. പലപ്പോഴും പരസ്യമായി കളിയാക്കുകയും മറ്റും ചെയ്തിട്ടും തനു പ്രതികരിച്ചില്ല. പിന്നെ പിന്നെ അവൾ അപമാനിക്കുന്നത് അവൻ്റെ ശീലമായി. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമായി പരിഗണിക്കാതെ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു തനുവിൻ്റെ പതിവ്. തനു, നീ കലക്കി. ഇത്രയുമൊക്കെ സംസാരിക്കാൻ നിനക്ക് അറിയാമായിരുന്നു അല്ലേ? എന്തായാലും നിന്റെ കാശിയേട്ടനെ എനിക്കൊന്ന് കാണണം. ഒരാഴ്ച കൊണ്ട് എന്ത് മാജിക്കാണ് ചെയ്തതെന്ന് ചോദിക്കണം. ക്ലാസ്സിലെത്തുന്നത് വരെ സ്വാതി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തനുവൊന്നും കേൾക്കുന്നില്ലായിരുന്നു. അവളുടെ മുന്നിൽ കാശിയുടെ മുഖവും അവൻ പറഞ്ഞ വാക്കുകൾ മാത്രം നിറഞ്ഞു നിന്നു. അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, കാശിയേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് നാണം വന്നല്ലോ പെണ്ണിന്. സ്വാതി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ നുള്ളി. ലജ്ജ എനിക്കോ? തനു സ്വയം ചോദിച്ചു. എന്തൊക്കെയാണ് തനിക്ക് സംഭവിച്ചത്? ഇത്ര ധൈര്യം എവിടെ നിന്ന് വന്നു? കാശിയുടെ മുഖം വീണ്ടും മുന്നിൽ തെളിഞ്ഞു വന്നു. തൊട്ടടുത്ത നിമിഷം ആ നശിച്ച വൈകുന്നേരത്തിലെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. തണുത്ത് വൃത്തിയില്ലാത്ത തറയിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ മുടിയിൽ പിടിച്ച് ആരോ വഴിച്ചെഴുന്നേൽപ്പിക്കുന്നു. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം. വിസ്തരായ എന്നെപ്പോലെ ദേഹമാസകലം പരത്തുന്ന നോട്ടം, പൊള്ളിക്കുന്ന അശ്ലീല വർത്തമാനങ്ങൾ. കൈ പുറകിലേക്ക് പിടിച്ച് തിരിച്ച് ബോധം പോകുന്ന തരത്തിൽ മുഖത്തടിച്ചു. അരിശം തീർക്കുന്ന ആരോ വായിൽ ചോരയുടെ രുചി. അത്യധികം കോപത്തോടെ അയാൾ തൻ്റെ വസ്ത്രങ്ങൾ അരിച്ചെറിയുന്നു. ഓരോ കോശങ്ങളെയും മുറിപ്പെടുത്തിക്കൊണ്ട് തന്നിലേക്ക് അമരുന്ന അപരിചിതൻ. അസഹനീയമായ വേദന. തനു കണ്ണുകൾ ഇറക്കിയടച്ചു. കവിളിലൂടെ മെഴുന്നീർ ഒഴുകിയിറങ്ങി. എന്തു പറ്റി തനു? എന്തിനാ നീ കരയുന്നത്? സ്വാതി ആദിയോടെ തിരക്കി. ഹേയ്, ഒന്നുമില്ല സ്വാതി. ഞാൻ അഭയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു വെറുതെ. അടിപൊളി. അവനോട് വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നീ നന്നായി എന്ന്. എവിടുന്നു? ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ, സ്വാതി നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ്സിലെ മറ്റു കുട്ടികളെ തനുവിൻ്റെ ചുറ്റിലും കൂടി. അവൾ മനസ്സിലെ മുറിവുകൾ മൂടിവെച്ച് അവരോട് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പരിധിവരെ തന്നെ വേട്ടയാടുന്ന ചിന്തകളിൽ നിന്ന് അതവർ മോചനം നൽകി. ക്ലാസ് തുടങ്ങിയതോടെ തനുവിൻ്റെ ശ്രദ്ധ പഠനത്തിൽ മാത്രമായി. വീട്ടിലൊറ്റക്കിരുന്നാണെങ്കിൽ ഓരോന്നിലും ആ ചിന്തിച്ച് ഉള്ള സമാധാനം കൂടി പോയേനെ. കോളേജിൽ പോകാൻ കാശ് നിർബന്ധം പിടിച്ചതിൻ്റെ കാരണം അവൾക്ക് ബോധ്യമായി. ഉച്ചസമയം ഒരു ഫയൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ സെബാസ്റ്റ്യൻ ജോസഫിനെ കാണിക്കാൻ പോയതാണ് തനു. ഡോക്ടർ സർജിക്കൽ ICUയിൽ ഉണ്ടെന്നറിഞ്ഞ് അവൾ അവിടേക്ക് തിരിച്ചു. ഫയൽ ഡോക്ടറെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത സമയം തനു വെറുതെ ചുറ്റിയിട്ട് നോക്കി. ആദ്യത്തെ ബെഡിൽ കിടക്കുന്ന വെന്റിലേറ്റർ പേഷ്യൻ്റ് ഒന്ന് ശ്രദ്ധിച്ചു. അതയാൾ തന്നെ. ഏത് കൂരിട്ടിടും തനിക്ക് തിരിച്ചറിയാൻ കഴിയും ആ രൂപം. 8 നിമിഷം കൊണ്ട് തന്നെ നടുക്കടലിലേക്ക് തള്ളിവിട്ട അപരിചിതൻ. അന്നത്തെ സംഭവത്തിൻ്റെ അവശേഷിപ്പെന്നോണം തനുവിൻ്റെ ശരീരം വിറച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറി. ഒരു നിലവിളിയോടെ അവൾ കുഴഞ്ഞു വീണു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ഡോക്ടേഴ്സ് അവളുടെ ചുറ്റിലും നിരന്നു. സ്വാതി വിളിച്ചു പറയുന്നതനുസരിച്ച് യൂണിഫോമിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞെത്തി കാശി. പേടിക്കാനൊന്നുമില്ല കാശിയേട്ടാ. അല്ല, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? സ്വാതി അങ്ങനെ തന്നെ വിളിച്ചോളൂ. തനുവിന് എന്താ പറ്റിയത്? പെട്ടെന്ന് കൊഴിഞ്ഞു വീഴാൻ. എന്താണെന്നറിയില്ല. SICUവിൽ ഒരു ഫയൽ കൊടുക്കാൻ പോയതാ. അവിടെ വെച്ചാണ് വീണത്. കല്യാണമൊക്കെയായി ടെൻഷൻ എന്നല്ലേ, അതിൻ്റെ ആകും. SICU എന്ന് കേട്ടതോടെ കാശിക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടി. അപ്പോഴേക്കും ഡ്യൂട്ടി ഡോക്ടർ എത്തി. ഡോക്ടർ തനിമ ഹരിപ്രസാദ് എൻ്റെ വൈഫാണ്. ഹൗ ഈസ് ഷീ? ഡോണ്ട് വെറി ഓഫീസർ, ഷീ ഈസ് ഓൾ റൈറ്റ്. BP കൂടി പോയതാണ്. മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് കൊടുക്കാൻ പറയണം വൈഫിനോട്. എനിക്കിപ്പോൾ കൊണ്ടുപോകാമോ? ഓ ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. മൈ പ്രഷർ. അയാൾ കാശിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. തനുവിൻ്റെ ബെഡിന് സമീപം ഒരു കസേരയിട്ട് കാശി അതിലിരുന്നു. ഒരു കൈകൊണ്ട് തനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. മറുകൈയിൽ തനുവിൻ്റെ ഇടതു കൈ ഭദ്രമായിരുന്നു. പേടിച്ചു പോയോ? തനു അവനോട് ചോദിച്ചു. മറുപടിയായി കാശി പുഞ്ചിരിച്ചതേയുള്ളൂ. കാശി
തനുവിനെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് പോയി. പിന്നെ അന്ന് മുഴുവൻ അവിടുത്തെ ചർച്ച തനുവും കാശുമായിരുന്നു. ഓ മാൻ, ഹീസ് ജസ്റ്റ് ഓസം, സച്ച് എ ഹാൻസം ഗൈ, ദ വേ ഹി കെയർസ് ഫോർ ഹെർ, ഐ ഫെൽറ്റ് ജെലസ് ഓഫ്. പിടക്കോയികൾ കൂവി തുടങ്ങിയിരുന്നു. അതുമാത്രമാണോ? വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ സെറ്റിൽഡ്, വെൽ മാനേജ്. ആക്ച്വലി അയാൾക്ക് തനിമയേക്കാൾ കുറെ കൂടി നല്ല പെണ്ണിനെ കിട്ടിയേനെ. നോ മാൻ, അത് നിങ്ങൾക്ക് തനിമ അറിയാത്തത് കൊണ്ടാണ്. ഹീസ് ടു ലക്കി ടു ഹാവ് ഹെയർ. അടുത്തറിയുന്നവർ ആരും നഷ്ടപ്പെടാതെ ചേർത്ത് നിർത്തും അവളെ. ഷീസ് സച്ച് എ ചാം. ഏതോ ഓർമ്മകൾ എന്നവണ്ണം നെഞ്ചു തടവിക്കൊണ്ട് അഭയ് പറഞ്ഞു. എന്താ മോനെ, ഒരു നഷ്ടബോധം മണക്കുന്നുണ്ടല്ലോ.